Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രൂഡ് ഓയിൽ പ്ലസ് അഞ്ചിയുടെ അനാലിസിസ് ചെയ്യുന്ന അനാലിസിസ് നടത്തിയുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുന്നത്. സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഫാസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് ഞാൻ ഓൾറെഡി എക്സ്പ്ലനേഷൻ ഫുൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിഫ്റ്റി എന്തായി ഇന്ന് മോർണിംഗ് തന്നെ ഗ്യാപ് ഡൗൺ ആയി. ഓക്കെ, ഗ്യാപ് ഡൗൺ ആയിട്ട് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ടിൻ്റെ താഴെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോയി വീണ്ടും മുകളിലേക്ക് പോയി. വീണ്ടും ഇപ്പോൾ സ്ട്രക്ചർ കൺഫ്യൂസ് ചെയ്യായിരിക്കും. ഓൾറെഡി എനിക്കറിയാൻ പറ്റും, മീൻസ് നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയാലും പഴയ ആയാലും നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എന്താണ് ഇപ്പോൾ സംഭവം. സോ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഈ ഹൈ ബ്രേക്ക് ചെയ്തില്ല. ദാറ്റ് മീൻസ് പ്രൈസ് ഈ ഹൈ ആൻഡ് ലോയുടെ അകത്താണ്, റൈറ്റ്? ഓക്കെ, അതിൻ്റെ അകത്താണല്ലോ പ്രൈസ്. ഇതിൻ്റെ ഇതും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇതും ബ്രേക്ക് ഇല്ല. സോ ഈ സ്ട്രക്ചർ ക്ലിയർ അല്ല. സോ ആ സ്ട്രക്ചർ എപ്പോഴും ക്ലിയർ അല്ലെങ്കിൽ എന്താ ചെയ്യുക, വേഗം ഇത് എ ആൻഡ് ഇത് ബി ആയിട്ട് കൗണ്ട് ചെയ്യുക. ആൻഡ് ദെൻ പ്രൈസ് മുകളിലേക്ക് പോകുന്നത് സിയിൽ ചെയ്യാനും. സിയുടെ അകത്ത് 5 മൂവ്സ് തന്നെ ഉണ്ടാവുള്ളൂ. ബട്ട് സിയുടെ മിനിമം റേഷ്യോ 61.80% ആൻഡ് മാക്സിമം 161.80% ആണ്. സോ അതാണ് ഇപ്പോൾ ഇനി നടക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഞാൻ സ്പീഡിൽ പറഞ്ഞാൽ ചിലപ്പോൾ പിടി കിട്ടിയിട്ടുണ്ടാവില്ല എന്താണ് എങ്ങനെയാണ്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം നമുക്ക്. പിന്നെ 1-2 പേരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു, എന്ത് ഭാഷ ആണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ആക്ച്വലി ഇത്രയേ അറിയുള്ളൂ. പിന്നെ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ സംസാരിക്കാൻ ശ്രദ്ധിക്കുക പ്ലീസ്. അതൊന്നും ശ്രദ്ധിക്കേണ്ട, എലിറ്റ് വ്യൂ തിയറി പഠിക്കുക. ഞാനത് എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തോണ്ടിരിക്കും, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ അതിലേക്ക് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, സോ പ്രൈസ് ഇപ്പോൾ ഓവറോൾ സ്ട്രക്ചർ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ ഐ തിങ്ക് ക്ലിയർ ആണ്. ഓക്കെ, അത് ഞാൻ ഒന്നും പറയാനില്ല. ബിഗർ ടൈം ഫ്രെയിം ഈ വരുന്ന ബൗൺസിൻ്റെ ആണ് ഞാനിപ്പോൾ ഇത് പറയാൻ പോവാം. ഓക്കെ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. 11 ഇപ്പോൾ പ്രൈസ് ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോയി. ഇത് 1 2 3 മൂവ്സിൽ 4 ആയിരുന്നു നമ്മുടെ അത്. സോ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യണം, 5ലേക്ക് മുകളിലേക്ക് പോകേണ്ടതാണ്, ദെൻ താഴേക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, ഗ്യാപ് ഡൗൺ ആയി. അത് ന്യൂസ് ബേസ്ഡ് ഗ്യാപ് ഡൗൺ ആയി. സോ ഗ്യാപ് ഡൗൺ ആയി, ദാറ്റ് മീൻസ് പ്രൈസ് എന്തായി, പ്രൈസ് ഇപ്പോൾ നമ്മൾ ഫിബൊനാച്ചി എന്ത് ചെയ്യും, ഈ ലെഗിൽ മാത്രമേ വെക്കാവുള്ളൂ. ഓക്കെ, സോ പ്രൈസ് എന്ത് ചെയ്തു, എക്സാക്ട്ലി നിയർ 81.20% വന്നു. ഓക്കെ, നിയർ 81.20% വന്നു. ഇനിയിപ്പോൾ തിരിച്ച് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, മുകളിലേക്ക് കയറുവാണ്. സോ ഇനി എന്താണ്, 81 ബി ആണ്. സോ ഞാൻ ഇത് റീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചറുടെ ആ എ ബി സിയുടെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചറുടെ ഇതിൻ്റെ അകത്ത് തന്നെ ഇത് എ, ഇത് ബി ആൻഡ് സി ആണ് ഇത് മുകളിലേക്ക്. ഓക്കെ, സി ആണ് ഇത് മുകളിലേക്ക്. സോ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഇത് എത്ര വരെ പോകും, മറ്റേ ഈ ഹൈ ക്രോസ് ഈ ആ റെസിസ്റ്റൻസ് വരെ ഫേസ് ചെയ്യും, പോകേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് ഇനി ഇതാണ് ഇപ്പോൾ റീഡ് ചെയ്യാനുള്ളത്. കാരണം പ്രൈസ് എക്സാക്ട്ലി 81.20% അവർ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഫർദർ നമുക്ക് സീഡ് ഫർദർ മൂവ്സ് 5 മൂവ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ സീഡ് അകത്ത് 5 മൂവ്സ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 5 മൂവ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അത് കണ്ട സീഡ് അകത്ത് 1 2 3 4 and 5. സോ മേ ബി നാളെ പോസിറ്റീവ് ഓപ്പണിംഗ് നോക്കാം. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും പ്രൈസ് മേ ബി 5th ഇവിടെ ഇതിൻ്റെ ഈ ഹൈ ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ എവിടെയെങ്കിലും വരേണ്ടതാണ്. സോ ആ ഒരു സിനാരിയോ ശ്രദ്ധിക്കുക. 5 മൂവ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ. ഓക്കെ, സോ റെസിസ്റ്റൻസ് ആണ് ആ സമയത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, റെസിസ്റ്റൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യണം ഞാൻ പറഞ്ഞു തരാം. സിയുടെ വേവ് നിങ്ങൾക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുക, സിയുടെ മൂവ് എങ്ങനെയാണ് ഇത് നോക്കാനാണെങ്കിൽ ഉണ്ടാകും. ആ 5 മൂവ്സിൽ കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് അത് ഫേസ് ചെയ്യും. ഓക്കെ, സോ ഞാൻ വീണ്ടും തിരക്കായി, സോ സോറി. ഇനി നമുക്ക് വീഡിയോ തിരിക്കേണ്ടി വരും കേട്ടോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ് കൂടി ഇത് ഓൾറെഡി നമ്മളൊന്ന് മാർക്ക് ചെയ്തായിരുന്നു. ഐ തിങ്ക് യെസ്, ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ഇത് മാർക്ക്ഡ് ആണ്. ആൻഡ് ഇതിൻ്റെ 161 പോയിൻറ്റ് ഇതെടുക്കുക ആൻഡ് ഇതിങ്ങനെ മാർക്ക് ചെയ്യുക. സോ അവിടെ 100% ആ റേഷ്യോ ആൻഡ് 127% ഒക്കെ എല്ലാം കൂടി അവിടെ തന്നെ വരുന്നുണ്ട്. സോ നാളെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സോ പ്രൈസ് 100% റെസിസ്റ്റൻ്റ് എടുക്കും, അല്ലെങ്കിൽ ഇവിടെ. സോ അത് ലാസ്റ്റിലേക്ക് ആയിരിക്കും സൈഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് തന്നെ നോക്കാനുള്ളതാണ്. ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ. ഓർ 24,000 ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയതുകൊണ്ട് മാത്രമേ നമ്മൾ ബുള്ളിഷ് സൈഡിലേക്ക് ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പഴയ വീഡിയോസ് കാണുന്നത് മസ്റ്റായിട്ട്. പിന്നെ ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യും, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ ഒരു ലെവൽ ഇന്നത്തെ ലോ ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ഫുൾ ഡൗൺ സൈഡിലിരിക്കും. ആ ഒരു സിനാരിയോയിൽ പ്രൈസിൻ്റെ ഇത് 1 ആകും, അത് 2 ആകും, ആൻഡ് ഇത് 3rd സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 3rd 4th and 5th അങ്ങനെ വീണ്ടും പ്രൈസ് കംപ്ലീറ്റ് മൂവിലേക്ക് ആവും. പ്രൈസ് ഫർദർ മൂവ് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, സോ റെസിസ്റ്റൻസ് ഇതായി. ഓക്കെ, സോ ഇപ്പോൾ നാളെ നോക്കാനുള്ളത് ഫസ്റ്റ് പ്രൈസ് അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ മുകളിലേക്ക് തന്നെ പോട്ടെ. ഓക്കെ, റെസിസ്റ്റൻസ് വരെ നമുക്ക് പ്ലേ ചെയ്യാം. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇതിൻ്റെ ബിൽ 23,316 ബിലോ പോവുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് ഇതൊക്കെ എല്ലാം കൂടി നമുക്ക് ഈ ലോ പിന്നെ എന്തായാലും സേഫ് ഉണ്ടാവില്ല. പിന്നെ ഫർദർ ടോട്ടലി താഴേക്ക് നമുക്ക് മൂവ് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് ക്രൂഡ് ഓയിൽ എടുക്കാം.
യെസ്, ക്രൂഡ് ഓയിൽ ലാസ്റ്റ് വീഡിയോ നമ്മൾ എന്താ ചെയ്തത് ഇത് തന്നെയാണ് നമ്മൾ ഡിസ്കഷൻ നമ്മുടെ ഉണ്ടായിരുന്നു. ക്രൂഡ് ഓയിലിൻ്റെ ഡയറക്റ്റ്ലി ട്രയാങ്കിളിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ പ്രൈസ് ട്രാപ്പ് ആയിരിക്കും, മീൻസ് കൺഫ്യൂസ് ആയിരിക്കും. കാരണം ഡയറക്റ്റ്ലി പോകുകയാണെങ്കിൽ ഇതിൻ്റെ അബവ് പോകണം, എന്നിട്ടേ പിന്നെ ക്ലിയർ ആവുള്ളൂ ഇതിൻ്റെ അബവ്. ഓക്കെ, സോ ഇപ്പോൾ എന്താണ് ഫെയിലിയർ ടൈപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. സോ കൺസൾട്ടേഷൻ ആൻഡ് സ്ലോ ഡൗൺ സൈഡ് മേ ബി കിട്ടുമായിരിക്കും കേട്ടോ. അത് നോക്കണം, ഒന്നുകൂടി നോക്കിയിട്ട് നമുക്കത് പ്ലേ ചെയ്യാവുള്ളൂ. റിസ്ക് ആയിരിക്കും ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി അപ്സൈഡ് റിസ്ക് ആയിരിക്കും ഐ ഫീൽ സോ. ഓക്കെ, ക്രൂഡ് ഓയിൽ ഞാൻ ഇതിനകത്ത് ട്രയാങ്കിളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ട്രയാങ്കിൾ വന്നിട്ട് പിന്നെ ബ്രേക്ക് ഔട്ട് തരുന്നത് കുറച്ചുകൂടി ബെറ്റർ. കാരണം ആ ഒരു സെനറിൽ ABCD ഫുൾ കംപ്ലീറ്റ് ആകും. ഓക്കെ, ട്രയാങ്കിളിൻ്റെ അകത്ത് 5 മൂവ്സ് വേണം, അത് കംപ്ലീറ്റ് ആകും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് NG പോകാം. NG ഫുൾ ട്രാപ്പിറ്റ് തന്നെ കിടക്കാം. NG 61.80% ബിലോ വരികയാണെങ്കിൽ ഇതാണ് സപ്പോർട്ട്. ഡയറക്റ്റ്ലി ഇൻ ഓപ്പൺ അതിൻ്റെ അബവ് ആയിരുന്നു. സോ അതിൻ്റെ അബവ് കണ്ട പ്രൈസ് അതിൻ്റെ അബവ് ആണത്. ഇതിൻ്റെ ബിലോ തിരിച്ച് വരുവാണെങ്കിൽ NG ഇതിൻ്റെ അകത്ത് തിരിച്ച് വരുവാണെങ്കിൽ ഇത് ഈ സപ്പോർട്ട് ഇതിൻ്റെ താഴേക്ക് വീട് വരുവാണെങ്കിൽ സോ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് NG കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 81.20% അതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചോളൂ ഇതിനകത്ത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് എനിക്കൊന്നും ഇനി വേറെ ഒന്നും പറയാനില്ല. നമുക്ക് വേഗം ഇനി ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ബിറ്റ് കൺഫ്യൂസിയായി, വീണ്ടും കൺഫ്യൂസിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ. ഫർദർ ബാങ്ക് നിഫ്റ്റി നമുക്ക് ബിഗർ ടൈം ഫ്രെയിം തന്നെ അല്ല ചെയ്യാം. സ്മോൾ ടൈം ഫ്രെയിം എനിക്ക് ഇതിനകത്തൊന്നും ക്ലിയർ അല്ല. അന്ന് നമ്മൾ ഡിസ്കഷൻ എന്തായിരുന്നു, ഇത് ഫുൾ പ്രൈസ് ഇങ്ങനെ 1, 2 ആണോ ഓർ AB ആയിട്ട് ഇങ്ങനെയാണ്. സോ ഇനി പ്രൈസ് ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും, വേറെ ഒന്നും കിട്ടത്തില്ല. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ ഇന്ന് വരച്ചേക്കാം. ഇതാണ് കുറച്ചുകൂടി എനിക്ക് ആകെ ഇത് കാണുന്നത് ഇതിനകത്ത് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, 52,800 ബ്രേക്ക് ചെയ്താൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ബട്ട് ഇത് ബിഗർ ടൈപ്പ് അനാലിസിസ് ആണ്. സെൻസെക്സ് പോകാം. നിഫ്റ്റിയുള്ള പോലെ തന്നെ ഇതിനകത്ത് സിനാരിയോ ആണ്, ഡബിൾ ബോട്ടമാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. റെസിസ്റ്റൻസ് ഇതാണ് ഇതിനകത്ത്. ഐ തിങ്ക് ക്ലിയറൻസ് ഒന്നും പറയാനില്ല. നിഫ്റ്റിയുടെ പോലെ തന്നെ മൂവ്സ് അത് തന്നെ 5 മൂവ്സ് 1, 2, 3, 4 ആൻഡ് 5th മൂവ് ഗ്യാപ്പ് അപ്പ് പുണ്ണിങ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. ആൻഡ് വേണമെങ്കിൽ ഇതിനകത്ത് ഈ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചോളൂ. ഇതിൻ്റെ അപ്പോൾ പ്രൈസ് പോകണമെങ്കിൽ ബ്രേക്ക് ഔട്ട് തരും. ബട്ട് ആ ബ്രേക്ക് ഔട്ട് അവിടെ മുകളിലേക്ക് പോകും, റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും, ആൻഡ് ദെൻ അവിടെ നിന്ന് മാറണം. ഓക്കെ, കാരണം വെച്ചാൽ അത് നല്ല റെസിസ്റ്റൻസ് ടൈം ആയിരിക്കും, ബിഗർ ടൈം ഫ്രെയിം. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട് ഐ തിങ്ക്. യെസ്, നമ്മുടെ മറ്റേ ഡിസ്കഷൻ തന്നെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ട്രെൻഡ് ലൈൻ കുറേ ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. വീണ്ടും അവിടെ വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു, തിരിച്ച് കയറുന്നു. നിഫ്റ്റി മിഡ് ക്യാപ് ഇനി നോക്കാനാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബട്ട് ട്രാപ്പ് ചെയ്യുള്ളൂ കേട്ടോ. ഇത് ട്രാപ്പ് ചെയ്യുള്ളൂ, കാരണം വെച്ചാൽ ഐ തിങ്ക് ഇത് ABC ആൻഡ് ദെൻ ABC ആയിട്ട് എന്നെ വീണ്ടും B ബൗൺസ് വരും. സോ ഇതിൻ്റെ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് എന്തെങ്കിലും ആണെങ്കിൽ ഇത് ഈ റേഷ്യോ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, 61.80%, 81% വരെ പ്രൈസ് സ്ലോ ഓർ സംതിങ് ഇങ്ങനെ കൺഫ്യൂസ് ആയിരിക്കും. 81.20% അബവ്, ദാറ്റ് മീൻസ് 14,470 അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ ബുള്ളിഷ് ആവുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും അവർ എന്ത് ചെയ്യും, ട്രാപ്പ് ചെയ്ത് മുകളിൽ പോയിട്ട് റെസിസ്റ്റൻസ് ഫേസ് വീണ്ടും താഴേക്ക് വരും. ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ എന്തായിരിക്കും ഡബിൾ ബോട്ടം? ABC സ്ട്രക്ചർ. ഓക്കെ, കറക്ഷൻസ് ആയിരിക്കും. സോ വേറെ പ്രത്യേകിച്ച് ഒന്ന് പറയാൻ സീനോ. നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ്.